നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിശുദ്ധിയുടെ മാസമാണ് റംസാൻ. ആഹാര പദാർത്ഥങ്ങൾ വെടിഞ്ഞ് കഠിനമായ വ്രതനിഷ്ഠയോടെയാണ് ഏവരും നോമ്പെടുക്കുന്നത്. ശാരീരിക സുഖങ്ങൾ ത്യജിച്ച് മനസ്സും ശരീരവും ഒരുപോലെ സംശുദ്ധമാക്കുകയാണ് പുണ്യമാസത്തിലൂടെ വിശ്വാസികൾ ലക്ഷ്യമിടുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് ഉപവാസം അത്യാവശ്യവുമാണ്. മിക്ക രോഗങ്ങൾക്കും ശരീര സന്തുലനാവസ്ഥയ്ക്കുമൊക്കെ ഇത് ഏറെ ഗുണം ചെയ്യുന്നുമുണ്ട്. തുടർച്ചയായി 12 മണിക്കൂർ ഉപവസിക്കുന്നതിലൂടെ ആമാശയത്തിലെ സൂക്ഷ്മശിരാസന്ധികൾ ഭേദിക്കുകയും അസിറ്റോണിന് സമമായ ഒരു രാസപദാർത്ഥം ഉണ്ടായി അത് രക്തത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. ഈ രാസപദാർത്ഥം ദഹനക്കേട്, കുടലിലുണ്ടാകുന്ന വ്രണം, അതിസാരം തുടങ്ങിയ രോഗങ്ങളെയെല്ലാം ഇല്ലാതാക്കും. എല്ലാ വർഷത്തെയും പോലെ സാഹചര്യങ്ങൾ അത്ര കണ്ട് അനുകൂലമല്ല എന്നതാണ് ഇപ്പോൾ വിശ്വാസികളെ കുഴയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോവിഡ് പശ്ചാത്തലം പരിഗണിച്ച് വ്രതമെടുക്കുന്ന നാളുകളിൽ നിരവധി ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റംസാൻ നോമ്പെടുക്കുന്നവർ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കണമെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ നിർദ്ദേശവുമുണ്ട്. ദൈനംദിന ജീവിതത്തിൽ നിന്ന് പെട്ടെന്നുള്ള മാറ്റമാണ് വ്രതം ആരംഭിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയത്തിനുള്ളിൽ 3-ലധികം നേരമാണ് നാം പലപ്പോഴും ഭക്ഷണം കഴിക്കാറുള്ളത്. വ്രതം ആരംഭിക്കുമ്പോൾ ഈ ഭക്ഷണക്രമം പാടെ മാറുന്നു. കോവിഡ് ബാധ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സമയമായതിനാൽ തന്നെ കോവിഡ് ബാധിതരും നിരീക്ഷണത്തിലുള്ളവരും വ്രതമെടുക്കരുത്. കോവിഡ് രോഗികൾ നോമ്പെടുക്കേണ്ടതില്ലെന്ന് UAE ഫത്വ കൗൺസിൽ അടക്കം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ള ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളവരുമൊക്കെ നോമ്പെടുക്കേണ്ടതില്ല. അമിതവണ്ണം കുറയ്ക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ 6 മാസം വരെ നോമ്പെടുക്കരുത്. നോമ്പെടുത്താൽ നിർജ്ജലീകരണത്തിന് ഇടയാക്കുകയും ആരോഗ്യാവസ്ഥ സങ്കീർണമാകുകയും ചെയ്യും. പ്രമേഹ രോഗികളും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. നോമ്പെടുക്കുന്നവർ പ്രഭാത ഭക്ഷണം അഥാനുശേഷം, പ്രധാന ഭക്ഷണം മഗ്രിബ് പ്രാർത്ഥനയ്ക്ക് ശേഷം, മിതമായ ഭക്ഷണം പ്രഭാത ഭക്ഷണത്തിന് 2 മണിക്കൂറിന് ശേഷം, ലഘുഭക്ഷണം രാത്രി 10 മണിക്കും 11-നും ഇടയിൽ, സുഹൂർ ഭക്ഷണം ഫജ്ർ പ്രാർത്ഥനയ്ക്ക് മുൻപ് എന്നീ ക്രമത്തിലായിരിക്കണം കഴിക്കേണ്ടത്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിൽ ശ്രദ്ധ വേണം. നോമ്പ് തുറക്കുമ്പോൾ തന്നെ വെള്ളം, ഈന്തപ്പഴം, സൂപ്പ് എന്നിവ മാത്രമാക്കുക. ഇഫ്താറിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ദഹനക്കേട്, നെഞ്ചെരിച്ചിൽ, ശരീരഭാരം കൂടുക, ശ്വസനത്തിന് ബുദ്ധിമുട്ട് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും. ഇഫ്താർ മുതൽ സുഹൂർ വരെയുള്ള ഭക്ഷണങ്ങളിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. സുഹൂർ ഭക്ഷണം പരമാവധി താമസിച്ചാക്കിയാൽ നോമ്പെടുക്കുമ്പോൾ ശരീരം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കും. പ്രഭാത ഭക്ഷണത്തിനിടെ അമിതമായി വെള്ളമോ പഴച്ചാറുകളോ കഴിക്കരുത്. എന്നാൽ ഇഫ്താർ മുതൽ സുഹൂർ വരെയുള്ള സമയങ്ങളിൽ പ്രതിദിനം 2-3 ലിറ്റർ വെള്ളം കുടിക്കുകയും വേണം. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ഇത് ഏറെ സഹായകരമാണ്. ചിട്ടയായ ആഹാരക്രമം ഇവിടെ അത്യാവശ്യമാണ്. വ്രതത്തിന്റെ തുടക്കവും ഒടുക്കവും ലഘുഭക്ഷണം ഉപയോഗിക്കണം. അജീർണമുണ്ടാക്കുന്ന ഭക്ഷണം ഒഴിവാക്കണം. പച്ചക്കറികൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം നല്ലതാണ്. റവ, റാഗി, കൂവ എന്നിവയും ഉപയോഗിക്കാം. ജ്യൂസിനേക്കാൾ പഴങ്ങൾ അതേപടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വറുത്ത ഉപ്പേരികൾ, അച്ചാറുകൾ, ഉയർന്ന സോഡിയം അടങ്ങിയിട്ടുള്ള ഉപ്പ് കലർന്ന ഭക്ഷ്യ ഉത്പന്നങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കണം. ഉപ്പ് കൂടിയവ കഴിക്കുന്നത് കൂടുതൽ ദാഹത്തിനിടയാക്കും. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും ഉയർന്ന തോതിൽ കൊഴുപ്പും കലോറികളും അടങ്ങിയ ഭക്ഷണവുമൊക്കെ ഈ സമയത്ത് ഒഴിവാക്കാം. ചായ, കോഫി എന്നിവ ഒഴിവാക്കിയില്ലെങ്കിൽ നോമ്പ് സമയത്ത് വിശപ്പ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ശീതളപാനീയങ്ങളും മധുരമുള്ള പഴച്ചാറുകളും ഒഴിവാക്കണം. കാരയ്ക്ക നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇളനീർ കഴിക്കുന്നതും നല്ലതാണ്. നാരങ്ങ വെള്ളം കഴിവതും ഒഴിവാക്കുക. നോമ്പ് അവസാനിക്കുമ്പോൾ പഴങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ധാന്യാഹാരം കഴിക്കുന്നത് ഉത്തമമായിരിക്കും. ഒഴിഞ്ഞിരിക്കുന്ന വയറിലേക്ക് ആദ്യം എത്തേണ്ടത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ്. പഴങ്ങൾ കഴിക്കുമ്പോൾ ലഭിക്കുന്നത് അസിഡിക് ഭക്ഷണങ്ങളാണ്. ഉഴുന്നു ചേർത്ത ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. രാവിലെ തന്നെ ഇറച്ചി കഴിക്കരുത്. കാപ്പി ഒഴിവാക്കുകയും വേണം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ നോമ്പെടുക്കുന്ന സമയങ്ങളിൽ ഷോപ്പിംഗ് പരമാവധി ഒഴിവാക്കണം. നോമ്പ് തുറന്ന ശേഷം വേണം ഷോപ്പിംഗ് നടത്താൻ. വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കിയ ശേഷം വേണം ഷോപ്പിംഗ് നടത്താൻ. വാങ്ങുന്ന ഭക്ഷ്യ ഉത്പന്നങ്ങളുടെ ലേബലിൽ വിശദീകരിച്ചിരിക്കുന്ന പോഷകമൂല്യം സംബന്ധിച്ച വിവരങ്ങൾ ശ്രദ്ധിക്കണം. വ്യായാമം അനിവാര്യമാണ്. റംസാനിൽ പതിവായി ശാരീരിക വ്യായാമം ചെയ്യുന്നതിലൂടെ അമിതവണ്ണം ഒഴിവാക്കാം. ലളിതമായി വേണം വ്യായാമം തുടങ്ങാൻ. ആദ്യ ദിവസങ്ങളിൽ 10 മുതൽ 15 മിനിറ്റ് വരെ നടക്കണം. സാവധാനത്തിൽ നടത്തം 60 മിനിറ്റിലേക്ക് എത്തണം. കോവിഡ് കാലത്ത് നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യപരമായ ഭക്ഷണക്രമങ്ങളാണിവ.